നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് CBSE കെമിസ്ട്രിയിലുള്ള യൂണിറ്റ് 1 സൊല്യൂഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പോയിൻറ്സും, അതായത് CBSE ബോർഡ് എക്സാമിനും നീറ്റ് എക്സാംസിനും JEE എക്സാംസിനും ആവശ്യമുള്ള എല്ലാ പോയിൻറ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് സൊല്യൂഷൻസ്, റൈറ്റ്? അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ സൊല്യൂഷൻസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്രോസ് എക്സാമിനേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് അതിനേക്കാൾ ഫെമിലിയർ ആയൊരു വേർഡാണ് പ്യുവർ സബ്സ്റ്റൻസ്, റൈറ്റ് അല്ലേ? അപ്പോൾ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. പ്യുവർ സബ്സ്റ്റൻസിനകത്ത് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്യുവർ ആണ് എന്ന് പറയുന്ന ആളുകൾ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ നമ്മൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ പ്യുവർ ആണോ? ശരിക്കും വാട്ടർ പ്യുവർ ആണോ? അല്ല. കാരണം എന്താ? നമ്മൾ എടുക്കുന്ന വാട്ടറിനകത്ത് എന്തായാലും ഡിസോൾവ്ഡ് ആയിട്ടുള്ള കുറച്ച് സോൾട്ടെങ്കിലും ഉണ്ടാവും, അല്ലേ? ഡിസോൾവ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗ്യാസ് എന്തായാലും ഉണ്ടാവും. മിനറൽസ് മേ ബി ഉണ്ടാകാം, റൈറ്റ്? അപ്പം വാട്ടർ പോലും പ്യുവർ അല്ല. ഇറ്റ് ഈസ് ബേസിക്കലി എ മിക്സ്ചർ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ മിൽക്ക് എടുക്കാം, അല്ലേ? മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ പ്യുവർ സബ്സ്റ്റൻസസ് ഉണ്ട്. ഏതൊക്കെയാണ് അത്? മിൽക്കിനകത്ത് നമുക്ക് ഇഫ് യു ചെക്ക് മിൽക്ക് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? വാട്ടർ അതിനകത്തുണ്ട്, റൈറ്റ്? പിന്നെ ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, റൈറ്റ്? ലാക്ടോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആരെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എയർ എടുത്തെന്ന് വിചാരിച്ചു. എയറിനകത്ത് ആരൊക്കെ ഉണ്ട്? നൈട്രജൻ ഈസ് ദർ, ഓക്സിജൻ ഈസ് ദർ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദർ, എല്ലാവരും ഉണ്ട്, അല്ലേ? ഇതെല്ലാം കൂടി ചേർന്നതാണ് ആര്? എയർ എന്ന് പറയുന്ന ആൾ, അല്ലേ? അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് ചുറ്റും കാണുന്ന ആളുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും മിക്സ്ചേഴ്സാണ്, അല്ലേ? അപ്പോൾ നമ്മളിപ്പം നോക്കിയേ, നമുക്ക് ചുറ്റുമുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എടുക്കണം. ബ്രാസ് അല്ലെങ്കിൽ ബ്രോൺസ്, നമ്മൾ ബ്രോൺസ് എടുക്കാം. ഓക്കെ, ബ്രോൺസ് അല്ലെങ്കിൽ നമുക്ക് ജർമ്മൻ സിൽവർ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ NCERT തന്നിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസാണ് കേട്ടോ. ഞാനിത് എടുക്കാനൊരു കാരണമുണ്ട്. നോക്കിയേ, ഇതിലെല്ലാവരും ഒരു കോമൺ മെറ്റലായിട്ട് നിങ്ങൾക്ക് കോപ്പറിനെ കാണാം. ഇതിലെല്ലാത്തിലും കോപ്പർ ഉണ്ട്. ഓക്കെ, പക്ഷെ ബ്രാസിൽ ആരാ ഉള്ളത്? കൂടെ സിങ്കാണുള്ളത്. ബ്രോൺസിൽ ആരാ കൂടെ ഉള്ളത്? ടിന്നാണ് കൂടെ ഉള്ളത്. ജർമ്മൻ സിൽവറിലാണെങ്കിൽ കോപ്പറിൻ്റെ കൂടെ സിങ്കും നിക്കലുമാണുള്ളത്. അപ്പോൾ എന്താണ്? കോപ്പർ സെയിം ആണ്. കോപ്പറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന കമ്പോണൻറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് മാറുകയാണ്. കറക്റ്റാണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കോപ്പർ സെയിം ആണ്, പക്ഷേ കോപ്പറിൻ്റെ കൂടെ നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ ചില ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് പ്രോസസ്സ് നടക്കുന്ന ബ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്യുവർ ആണോ? അല്ല. ബ്ലഡിനകത്ത് ഗ്ലൂക്കോസും പ്രോട്ടീൻസും എല്ലാം ഉണ്ട്, അല്ലേ? അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക കാര്യങ്ങളും എന്തല്ല? പ്യുവർ അല്ല. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റൊരു എക്സാമ്പിളാണ് ഫ്ലൂറൈഡ് അയോൺ ഇൻ വാട്ടർ. നോക്കുക, ഫ്ലൂറൈഡ് അയോൺ ഇൻ വാട്ടർ. ഓക്കെ, നമുക്ക് ഫ്ലൂറൈഡ് അയോൺ ഇൻ വാട്ടർ ഡിഫറെൻറ്റ് കോമ്പോസിഷൻസിലാണ് പറയുന്നത്. ഡിഫറെൻറ്റ് കോമ്പോസിഷൻ. ഫോർ എക്സാമ്പിൾ 1 പാർട്സ് പെർ മില്യൺ ആണ് ഫ്ലൂറൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എങ്കിൽ എന്ത് സംഭവിക്കും? ടൂത്ത് ഡീക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, പക്ഷേ 1.5 പാർട്സ് പെർ മില്യൺ ആണ് കോൺസെൻട്രേഷൻ എങ്കിൽ നമ്മുടെ പല്ല് കുറച്ച് മഞ്ഞ കളറൊക്കെ ആകാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് കുറച്ച് പോയിസണസ് ആണ്. നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് PPM എന്താണ് എന്നറിയില്ല, അല്ലേ? അത് നമ്മൾ ഈ ലെസണിൽ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് PPM. ഓക്കെ, അത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ പറയാൻ യൂസ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ്.
അത് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പം ഞാൻ PPM ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം 1 ppm ആണ് ഫ്ലൂറൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എങ്കിൽ ടൂത്ത് ഡീക്കെ പ്രിവെൻറ്റ് ചെയ്യും. നോ ചാൻസ് ഫോർ ടൂത്ത് ഡീക്കെ. പക്ഷേ 1.5 ppm ആണെങ്കിൽ നമ്മുടെ പല്ലിലൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണെങ്കിൽ നമ്മുടെ പല്ല് നമുക്കത് പോയ്സണസ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഇത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് കാര്യമായിട്ട് പഠിക്കുന്നത്? നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് ഒന്ന് ടൈപ്സ് ഓഫ് സൊല്യൂഷനാണ്. ടൈപ്സ്. രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ടേംസുകളാണ്. മൊളാരിറ്റി, കോൺസെൻട്രേഷൻ ടേംസ്. ഓക്കെ, കോൺസെൻട്രേഷൻ ടേംസ് മൊളാരിറ്റി ഉണ്ട്, മൊളാലിറ്റി ഉണ്ട്, മോൾ ഫ്രാക്ഷൻ ഉണ്ട്, PPM ഉണ്ട്, അങ്ങനെ എല്ലാ ടേംസും, മാസ് പെർസെൻറ്റേജ് ഉണ്ട്, അങ്ങനെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നൊരു ടേം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയുമാണ് കാര്യമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ റിമെമ്പർ സ്റ്റുഡൻസ്, നമ്മൾ ലൈഫ് പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ സോളിഡ്സിനേക്കാളും ഗ്യാസിനേക്കാളും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ലൈഫ് പ്രോസസ്സും കണക്റ്റ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് സൊല്യൂഷൻ എന്ന് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഈ ചാപ്റ്ററിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നൗ വി ആർ ഡയറക്റ്റ്ലി മൂവിങ് ടു ദ ചാപ്റ്റർ. ഓക്കെ, സെക്ഷൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞി കാര്യം കൂടി പറയാണ്. അത് വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. സോഡിയം ഫ്ലൂറൈഡ് ഈസ് യൂസ്ഡ് ഇൻ റാറ്റ് പോയ്സൺ. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂറൈഡ് അയോൺ പോയ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഈ എക്സാമ്പിൾ പറയാൻ ഞാൻ വിട്ടുപോയി. സോഡിയം ഫ്ലൂറൈഡ് റാറ്റ് പോയ്സൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒറ്റ പോയിന്റ് വിടാൻ പറ്റത്തില്ല. കാരണം CBSE എക്സാംസ് തന്നെ ഇപ്പോൾ പ്രയാസമാണ്. ലൈക്ക് ദേ കൻ ആസ്ക് എനി ക്വസ്റ്റ്യൻസ്. പിന്നെ നീറ്റ് എക്സാം ആയാലും JEE എക്സാംസ് ഒക്കെ ആയാലും ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചെറിയ പോയിൻറ്റ്സ് വരെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ചാപ്റ്ററിൻ്റെ ഒറിജിനൽ സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. പാർട്ട് 2ൽ നമ്മളതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.